നമസ്കാരം. പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനത്തിന്റെയും നയതന്ത്രത്തിന്റെയും പുതിയ വാതിലുകൾ തുറന്നുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെസഷ്കിയാനുമായി സുപ്രധാന ചർച്ചകൾ നടത്തിയിരിക്കുകയാണ്. ഈ സംഭാഷണത്തിന്റെ പ്രധാന വശങ്ങൾ നമുക്കൊന്ന് നോക്കാം. പുതുവർഷത്തിന്റെ പ്രഭ ചൊരിയുന്ന നൗറൂസ് ഒപ്പം ഈദ് ആഘോഷങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഇരു നേതാക്കളും സംസാരിച്ചത്. ഇറാൻ ജനതയ്ക്കും പ്രസിഡന്റിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നു. ഈ ഉത്സവകാലം പശ്ചിമേഷ്യയിൽ സമാധാനവും സുസ്ഥിരതയും ഐശ്വര്യവും കൊണ്ടുവരുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. വെറുമൊരു ഔദ്യോഗിക സംഭാഷണമെന്നതിലുപരി ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ആഴത്തിലുള്ള സാംസ്കാരിക ബന്ധത്തിന്റെ പ്രതിഫലനം കൂടിയായിരുന്നു ഈ വാക്കുകൾ. എന്നാൽ ആഘോഷങ്ങൾക്കപ്പുറം നിലവിൽ മേഖല നേരിടുന്ന ഗുരുതരമായ ചില വെല്ലുവിളികളും ചർച്ചയിൽ ഉയർന്നു വന്നു. പശ്ചിമേഷ്യയിലെ നിർണായകമായ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. ഇത്തരം പ്രകോപനങ്ങൾ പ്രാദേശിക സുസ്ഥിരതയെ തകർക്കുക മാത്രമല്ല, ആഗോള വിതരണ ശൃംഖലയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു എന്ന ആശങ്ക ഇറാൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി പങ്കുവച്ചു. സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിൽ കടൽ വഴിയുള്ള വ്യാപാരത്തിനുള്ള പങ്ക് ചെറുതല്ല. അന്താരാഷ്ട്ര കപ്പൽ ചാലുകൾ സുരക്ഷിതമായി നിലനിർത്തേണ്ടതിന്റെയും നാവിക സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടതിന്റെയും ആവശ്യകത പ്രധാനമന്ത്രി ചർച്ചയിൽ ഊന്നിപ്പറഞ്ഞു. ചരക്കുനീക്കം തടസ്സമില്ലാതെ നടക്കുന്നത് ആഗോള സമ്പദ്വ്യവസ്ഥയ്ക്ക് എത്രത്തോളം പ്രധാനമാണെന്ന് ഇരു നേതാക്കളും വിലയിരുത്തി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയാണ്. അവിടെയുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇറാൻ സർക്കാർ നൽകിവരുന്ന പിന്തുണയ്ക്ക് പ്രധാനമന്ത്രി പ്രത്യേക നന്ദി അറിയിച്ചു. സമാധാനപരമായ സഹവർത്തിത്വവും പരസ്പര സഹകരണവും വഴി മാത്രമേ ലോകത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ കഴിയൂ എന്ന സന്ദേശമാണ് ഈ സംഭാഷണം മുന്നോട്ട് വെക്കുന്നത്. ഇന്ത്യ ഇറാൻ ബന്ധത്തിലെ മറ്റൊരു സുപ്രധാനമായ ഒരു നാഴികക്കല്ലായി ഈ ചർച്ചയെ വിലയിരുത്താം. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.